ഗേൾസ്, നമ്മളുടെ 5ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആണ് അല്ലേ നിങ്ങളുടെ വരകളും വട്ടങ്ങളും ലൈൻസ് ആൻഡ് സർക്കിൾസ് എന്ന് പറയുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള ചാപ്റ്റർ ആണ്. അതായത് നമുക്ക് കുറേ പഠിക്കാനൊന്നുമില്ല, നമുക്ക് എന്താണുള്ളത്, നമുക്ക് ഫുൾ വരയ്ക്കാനാണുള്ളത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും സ്കൂളിൽ ചാപ്റ്റർ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും, എന്നാൽ ഒരു ഓർമ്മ കിട്ടുന്നുണ്ടാവില്ല. എന്തൊക്കെയായിരുന്നു മിസ് പഠിപ്പിച്ചത്? മിസ് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നല്ലോ, ഇപ്പൊ എനിക്ക് മറന്നുപോയല്ലോ. അല്ലെങ്കിൽ എക്സാം യൂണിറ്റ് ടെസ്റ്റ് നടത്തുന്നുണ്ടാവും അല്ലേ? അങ്ങനെയാണെങ്കിൽ എടാ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോ. നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ കുറഞ്ഞ സമയം കൊണ്ട്, വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമ്മളുടെ ഈ ഒരു ചാപ്റ്റർ ഷടപടേ അങ്ങ് പഠിക്കാൻ പോവാണ് കേട്ടോ. അടിപൊളിയായിട്ട് ഉഷാറായിട്ട് പഠിക്കാൻ പോവാണ്. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇത്തരം വീഡിയോസിന് എന്ത് ചെയ്യുക, ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്റർ ഏതാണ്? ലൈൻസ് ആൻഡ് സർക്കിൾസ്. ഇതിൽ ഫിഗേഴ്സ് ആണ് വരയ്ക്കാനുള്ളത് മിസ് പറഞ്ഞു. അപ്പൊ ഈ ഫിഗേഴ്സ് വരയ്ക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്താടാ വേണ്ടത്? നിങ്ങൾക്ക് ആരെയാണ് വേണ്ടത്? നിങ്ങൾക്ക് എന്താ പെയിന്റും അങ്ങനത്തെ ഒക്കെ ആണോ വേണ്ടത്? നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് വേണ്ട ആളെന്ന് പറയുന്നത് ഇൻസ്ട്രുമെന്റ് ബോക്സ് ആണ് അല്ലെ? ഇൻസ്ട്രുമെന്റ് ബോക്സ് ആണ്. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് ആ ഇൻസ്ട്രുമെന്റ് ബോക്സിലെ ആളുകളെ പരിചയപ്പെടുക എന്നുള്ളതാണ് അല്ലെ. ഇൻസ്ട്രുമെന്റ് ബോക്സ് ഒക്കെ എല്ലാവരും എടുത്തു വെച്ചോ. നമുക്ക് അതിൽ ആരൊക്കെയാണ് ഉള്ളത് എന്നൊന്ന് ജസ്റ്റ് പരിചയപ്പെടാം. അപ്പോൾ ഇവിടെ ആരൊക്കെയാണ് ഉള്ളത്? ഇവിടെ കുറേ ആൾക്കാരുകളുണ്ട്. ഇതാരാണ്? സ്കെയിലാണ്, നമുക്കറിയാം. ഇവന്മാരാരാണ്? ഇവന്മാർ രണ്ടാൾക്കാരിൽ ഏതാ? ഇങ്ങനൊന്നും ഇങ്ങനൊന്നും. ഇവന്മാർ രണ്ടാളും ആരാണ്? ഇവന്മാർ രണ്ടാളും ആണ് നമ്മളുടെ സെറ്റ് സ്ക്വയർ അല്ലെങ്കിൽ മട്ടം എന്ന് പറയും. ഓക്കെ, ഇതൊക്കെ നിങ്ങളുടെ സ്കൂളിൽ നിന്ന് പഠിച്ചിട്ടുണ്ടാവും, മിസ്സും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അടുത്ത ആരാണ്? ഇവനാണ് അല്ലെ നമ്മളുടെ കോമ്പസ്. ഇനി ഇവൻ ആരാണ്? പ്രൊട്രാക്ടർ. ഈ പ്രൊട്രാക്ടർ അല്ലെങ്കിൽ കോൺമാപിന് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ആവശ്യമില്ല, നമുക്ക് ആവശ്യമുള്ള ഇവന്മാരാണ്. അപ്പൊ ഇവന്മാരെ മറന്നു പോയരുതടാ. എന്തൊക്കെയാണ്? ഇവന്മാര് സെറ്റ് സ്ക്വയേഴ്സ് ആണ്, മട്ടങ്ങളാണ്, ഇവൻ സ്കെയിലാണ്, ഇവൻ എന്താണ്? കോമ്പസ് ആണ്. ഓക്കെ, ഈ പേരുകളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ദെൻ നമ്മൾ പഠിക്കുക എന്താണ്, എങ്ങനെയാണ് ലൈൻസ് ആൻഡ് സർക്കിൾസ് ആണ് അല്ലെ. അപ്പൊ ആദ്യം നമ്മൾ എന്താ പഠിക്കുക? ലൈൻസ് എങ്ങനെയാ വരയ്ക്കുക എന്നുള്ളത്. സിമ്പിൾ കാര്യം, ചെറിയ ക്ലാസ് നീ മക്കൾ പഠിക്കുന്നതാണ്. എങ്ങനെയായിരിക്കും? നമ്മൾ സ്കെയിൽ എടുത്തിട്ടാണ് അല്ലെ ലൈൻസ് വരയ്ക്കുക. അപ്പൊ എന്ത് ചെയ്യും? ആദ്യം മിസ് സ്കെയിൽ എടുത്തിട്ട് 4 സെന്റിമീറ്റർ ഒരു ലൈൻ വരയ്ക്കണം എന്ന് നിങ്ങളോട് പറഞ്ഞു. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുക? ഈ 0 മുതൽ എന്ത് ചെയ്യും? 0 മുതൽ തുടങ്ങൂ അല്ലെ. 0 മുതൽ ഇങ്ങനെ വരച്ച് 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 4 വരെ വരയ്ക്കും. ഇവനാണ് എന്ത്? നമ്മളുടെ 4 സെന്റിമീറ്ററിലെ ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, 4 സെന്റിമീറ്ററിലെ ലൈൻ എന്ന് പറയുന്നത്. ഇനി മിസ് പറയാണ് 4 സെന്റിമീറ്ററിലെ ലൈനൊന്നും എനിക്ക് വേണ്ട. എനിക്ക് എന്താ വേണ്ടേ? ഒരു ചതുരാ വേണ്ടേ, ഒരു റെക്റ്റാങ്കിളാ വേണ്ടേ. ഇവിടെ 4 ആയിരിക്കണം. ഇവിടെ എന്ന് പറയുന്നത് ഇവിടെ ഒരു 3 ആവണം, ഇവിടെ 4 ആവണം, ഇവിടെ 3 ആവണം. ഈ രീതിയിലുള്ള ഒരു റെക്റ്റാങ്കിൾ ചതുരം വരയ്ക്കാൻ മക്കളോട് പറഞ്ഞു. എങ്ങനെയാടാ വരയ്ക്കുക? എങ്ങനെയാ വരയ്ക്കുക? സിമ്പിൾ ആണ് അല്ലെ. ആദ്യം നമ്മൾ 4 സെന്റിമീറ്ററിലെ താഴത്തുള്ള ഈ ലൈന് നമ്മൾ വരച്ചു വെച്ചു. 4 സെന്റിമീറ്ററിലെ താഴത്തുള്ള ലൈൻ നമ്മൾ വരച്ചു വെച്ചു. ഇനി അടുത്ത ആരെയാണ് വേണ്ടത്? അടുത്ത നമുക്ക് വേണ്ടത് എന്ന് പറയുന്നത് കുത്തനെ 3 സെന്റിമീറ്ററിലുള്ള ഒരു ലൈനാണ് അല്ലെ. കുത്തനെ 3 സെന്റിമീറ്ററിലുള്ള ഒരു ലൈനാണ് നമുക്ക് വേണ്ടത്. വെറുതെ ചെരിഞ്ഞൊന്നും പോരാ. നിങ്ങൾ നോക്ക്, വെറുതെ നമ്മൾ 3 സെന്റിമീറ്ററിലുള്ള ലൈൻ മുകളിലേക്ക് വരയ്ക്കുകയാണ്. മിസ് വെറുതെ എന്ത് ചെയ്യാൻ പോവാണ്? 3 സെന്റിമീറ്റർ ലൈന് മുകളിലേക്ക് വരയ്ക്കുകയാണെങ്കിൽ മിസ് ഏകദേശം ഒരു കറക്റ്റ് ആക്കി വരച്ചു. പക്ഷെ എന്താ നോക്കിയേ, എത്ര നമ്മൾ കറക്റ്റ് ആക്കി വരച്ചാലും എന്തോ ഒരു ചെറിയ ചെരിവുണ്ടാവും. പക്ഷെ ഇവിടെ എന്ത് പാടില്ല? ഇവിടെ ചെരിവ് നെഹി ചെരിവ് പാടില്ല കേട്ടോ. അപ്പൊ നമ്മൾ കറക്റ്റ് കുത്തനെ വരയ്ക്കണം. കുത്തനെ വരയ്ക്കാൻ പറ്റിയ ആരാടാ ഉള്ളത്? കുത്തനെ വരയ്ക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ആരാ ഉള്ളത്? നമ്മളുടെ ആള് എന്ന് പറയുന്നത് ദിവനാണ്. ദിവൻ എവിടെ എവിടെ എവിടെ? ഈ സെറ്റ് സ്ക്വയർ ആണ്. ഈ സെറ്റ് സ്ക്വയർ എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? നോക്ക്, ഇതിന്റെ ഈ ഭാഗങ്ങൾ നിങ്ങളൊന്ന് നോക്കിയേ. ഈ ഭാഗങ്ങള് കുത്തനെയാണ് അല്ലെ വരുന്നത്. ഈ സൈഡും കുത്തനെയാണ് വരുന്നത്. അപ്പൊ എന്ത് ചെയ്യാ? ഇതിന്റെ ഒരു സൈഡ് മക്കള് വരച്ചിട്ടുള്ള ഈ വരയുടെ മുകളിൽ ഇങ്ങനെ അങ്ങ് വെച്ചു കൊടുക്കുന്നു. ദെൻ അടുത്ത സൈഡിലൂടെ എന്ത് ചെയ്യുന്നു മക്കള്? നേരെ ലൈൻ കറക്റ്റ് വെച്ചു കൊടുക്കണേ. ഈ ലൈനിൽ വെച്ചു. എന്നിട്ട് നേരെ വെറുതെ ഒരു ലൈൻ അങ്ങോട്ട് വരച്ചു. ഇനിയാണ് നമ്മളുടെ പരിപാടി. നോക്ക്, ഇവിടുന്ന് ഒരു കുത്തനെ ലൈൻ വരച്ചു, അതുപോലെ അപ്പുറവും കുത്തനെ ലൈൻ ഉണ്ട് അല്ലെ. അപ്പൊ ഞാൻ ഇങ്ങനെ നീക്കി കൊണ്ടുപോയിട്ട് ഇവിടെ എന്ത് ചെയ്തു? ഇതുപോലൊരു കുത്തനെയുള്ള ലൈൻ അങ്ങോട്ട് വരച്ചു. ഇനി ആ ലൈന് വെറുതെ അങ്ങ് വരച്ചാൽ മതിയോ? പോരാ. നമ്മളുടെ ലൈനിന്റെ നീളം എത്രയാണ്? 3 സെന്റിമീറ്റർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റ് 3 സെന്റിമീറ്റർ നമുക്ക് മതി, ബാക്കിയുള്ളത് നമുക്ക് ഒഴിവാക്കി കളയും. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? കറക്റ്റ് 3 സെന്റിമീറ്റർ എവിടെയാണ്? ഇവിടെ വരെയാണ്. ഇത് നോക്കുന്നു, ഇവിടെ എത്രയാണ്? 3 സെന്റിമീറ്റർ. 3 സെന്റിമീറ്റർ എന്ന് പറയുന്നത് ഇവിടെ വരെയാണ്. ബാക്കിയുള്ള ഭാഗം മിസ് എന്ത് ചെയ്യൂടാ? മായ്ച്ചു കളയും. മക്കള് നല്ല കറക്റ്റിൽ മായ്ച്ചു കളയാം. മിസ്സിന്റെ അടുത്ത് മായ്ക്കാൻ ഉപഗ്രഹങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട്, ഉപകരണങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് മിസ് എന്ത് ചെയ്യുന്നത്? വെറുതെ അങ്ങ് മായ്ച്ചു കളയുന്നു. ദെൻ എന്ത് ചെയ്യാം? ഇനി നമ്മളുടെ സ്കെയിൽ വെക്കുന്നു. ഇവന്മാർ തമ്മിൽ ജസ്റ്റ് ഒന്ന് യോജിപ്പിച്ചാൽ നമ്മളുടെ സാധനം റെഡി. നോക്കിയേ, ജസ്റ്റ് ഒന്ന് യോജിപ്പിച്ചാൽ മതി. ഇവന്മാർ രണ്ടാളെയും യോജിപ്പിച്ചു. ഇവനല്ലേ നമ്മളുടെ 4,
4 3 3 ചതുരം റെഡി ആയി അല്ലെ. ഇതുപോലെയാണ് മക്കൾക്ക് ചതുരം വരയ്ക്കാൻ വരിക. ഇനി നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മക്കൾ പഠിച്ചു വെക്കേണ്ട ഒരു ഫിഗർ ആണ് ദ ഇവൻ എന്ന് പറയുന്നത്. എന്തായാലും എക്സാമിന് പ്രതീക്ഷിച്ചോ ഈ ഒരു ഫിഗർ ആയിരിക്കും നിങ്ങൾക്ക് വരയ്ക്കാൻ വരിക. അപ്പൊ ഇതിൽ എന്തൊക്കെയാടാ നമ്മൾ എപ്പോഴും പറയലുണ്ട്, ഒരു ഫിഗർ വരയ്ക്കണമെങ്കിൽ മക്കൾക്ക് പ്ലാൻ വേണം അല്ലെ. അപ്പൊ ആദ്യം തന്നെ ഒന്ന് പ്ലാൻ ചെയ്യുക, എങ്ങനെയാ ഞാൻ വരയ്ക്കുക. അപ്പൊ ഇവിടെ നോക്കിയേ, എങ്ങനെയായിരിക്കും വരയ്ക്കുക. നമുക്ക് വരയ്ക്കുക എന്ന് പറയുമ്പം ആദ്യം നമ്മൾ ഇതുപോലെ ഒരു സ്ക്വയർ ആണ് അല്ലെ, സമചതുരം വരയ്ക്കണം. സമചതുരത്തിൽ നിന്നും ഇങ്ങനെ 2 ചെരിഞ്ഞ ലൈന് വരയ്ക്കും, അവന്മാരെ കൂട്ടിമുട്ടും. ദെൻ ഇതേ ചെരിവിൽ ഇവിടെ ഒരു ലൈന് വരയ്ക്കും, ഇവന്മാരെ തമ്മിൽ കൂട്ടിമുട്ടിപ്പിക്കും. അങ്ങനെയാണ് അല്ലെ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മളുടെ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് ആ സമചതുരം വരയ്ക്കലല്ലേ ആദ്യത്തെ പരിപാടി. അപ്പൊ നമ്മൾ സമചതുരം വരച്ചു നോക്കിയാലോ. യെസ്, സമചതുരം വരച്ചു നോക്കാം. സമചതുരം ഞാനിപ്പോ ഒരു 3 3 3 3 3 സെന്റിമീറ്റർ എല്ലാ വശത്തുള്ള സമചതുരാണ് കേട്ടോ മിസ് വരയ്ക്കാൻ പോകുന്നത്. യെസ്, വേറെ എന്തൊക്കെ വരുന്നുണ്ട്. ഓക്കെ, യെസ്, 3 സെന്റിമീറ്ററുള്ള സമചതുരം മിസ് വരയ്ക്കാൻ പോകുന്നത്. ഇതാ നോക്കിയേ, 3 സെന്റിമീറ്റർ. അപ്പൊ ആദ്യം ഒരു 3 സെന്റിമീറ്റർ വരയ്ക്കുന്നു. ഇവിടെ 3 സെന്റിമീറ്റർ വരയ്ക്കുന്നു. 3 കുറച്ച് കൂടിയോ, 3 സെന്റിമീറ്റർ വരയ്ക്കുന്നു. ഇതിൽ നിന്നും കുത്തനെയുള്ള ഒരു 3 സെന്റിമീറ്റർ വരയ്ക്കണം അല്ലെ. അപ്പൊ മിസ് എന്ത് ചെയ്യുന്നു, ഈ ലൈനിൽ കറക്റ്റ് നമ്മളുടെ സെറ്റ് സ്ക്വയർ വെക്കുന്നു. ഞാൻ വെറുതെ ഒരു ലൈൻ വരച്ചു, ഇവിടുന്ന് ഇങ്ങനെ നീക്കിക്കൊണ്ടുപോകുന്നു. ഇവിടെ എന്ത് ചെയ്തു മിസ്, വെറുതെ ഒരു ലൈൻ വരയ്ക്കും. ഓക്കെ, വെറുതെ ഒരു ലൈൻ വരച്ചു. ഇനി നോക്കിയടാ, ഇവന്റെ നീളം എത്രയാന്നാ പറഞ്ഞത്, വെറുതെ വരച്ചാൽ മതിയോ, 3 ആണ് അല്ലെ. നമ്മൾ എടുത്ത നീളം എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ആ 3 ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തു. ഓക്കെ, 3 ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തു. ഇവിടെ എന്ത് ചെയ്യാൻ പോവാണ്, 3 ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാൻ പോവാണ്. ഇവിടെ 3 ജസ്റ്റ് മാർക്ക് ചെയ്തു. ഇനി ഇവന്മാർ രണ്ടാളി എന്ത് ചെയ്താൽ മതിയടാ, കൂട്ടി യോജിപ്പിച്ചാൽ മതി. നിങ്ങൾ എന്ത് ചെയ്യുക, സ്കെയിലൊക്കെ എടുത്തിട്ട് കൂട്ടി യോജിപ്പിക്കുക. മിസ്സിന്റെ വേറെ സാമഗ്രി ഉള്ളതുകൊണ്ട് മിസ് എന്ത് ചെയ്തു, അത് വെച്ചിട്ട് കൂട്ടി യോജിപ്പിച്ചു. ഓക്കെ, ഇവന്മാരെ ബാക്കിയുള്ള ഭാഗം നമുക്ക് എന്ത് കളയാം, മായ്ച്ചു കളയാം. ഈ ഭാഗവും മിസ് എന്ത് ചെയ്തു, മായ്ച്ചു കളഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മളുടെ സമചതുരം റെഡി ആയി അല്ലെ. നമ്മളുടെ സമചതുരം റെഡിയായി. ഇനി ആരാടാ നമുക്ക് ബാക്കിയുള്ളത്, ഇനി നമുക്ക് ബാക്കിയുള്ളത് ഈ ചെരിഞ്ഞ വരകളാണ് അല്ലെ. ഈ ചെരിഞ്ഞ വരകളാണ്. അപ്പൊ മക്കളൊന്ന് ആലോചിച്ച് നോക്കിയടാ, മക്കളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇവിടെ ഒരേ ചെരിവിലുള്ള വരകളാണ് അല്ലെ. അപ്പൊ നമ്മൾ ചെരിഞ്ഞ വരകൾ ഉപയോഗിക്കാൻ നമുക്ക് വരയ്ക്കാൻ ഏതാ എടുക്കല്, നമുക്ക് 2 സെറ്റ് സ്ക്വയറുകൾ ഉണ്ട് ചെരിഞ്ഞ വര വരയ്ക്കാൻ. ഏതൊക്കെയാണ്, ഇവന്മാർ 2 ആളും ഉണ്ട് അല്ലെ, ഇവന്മാർ 2 ആളും ഉണ്ട്. ഈ 2 ആൾ ഉപയോഗിച്ചും ചെരിഞ്ഞ വര വരയ്ക്കാൻ പറ്റും. അപ്പൊ നിങ്ങളൊന്ന് നോക്കിയേ, ഇവിടെ എന്ന് വെച്ചാൽ നല്ല ചെരിവുള്ള വരയാണ് ഇവൻ എന്ന് പറയുന്നത് അല്ലെ. ഇതിനേക്കാളും കുറച്ചുകൂടെ ചെരിവ് കുറവാണ് ഇവനും അല്ലെ. ദെൻ ചെരിവ് വളരെ കുറവാണ് ഇവന് അല്ലെ. ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഇവിടെ എത്ര ചെരിവിലായിരിക്കും വരയ്ക്കേണ്ടത്, നല്ല ചെരിവിലാണോ, നല്ല ചെരിവിലാണോ, നമുക്ക് നല്ല ചെരിവിലാണോ എന്ന് വെച്ചാൽ നല്ല ചെരിവിലല്ല അല്ലെ, ചെറിയ ചെരിവിലാണ്. അപ്പൊ നോക്ക്, ചെരിവ് വളരെ കുറവല്ല, എന്നാൽ നല്ല ചെരിവും അല്ല, ചെറിയൊരു ചെരിവില. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ഇതെടുക്കുന്നു കേട്ടോ. ഏതാണോ എടുത്തത് അത് വെച്ചിട്ട് തന്നെ നിങ്ങൾ ബാക്കിയും വരയ്ക്കുക. അപ്പൊ ഞാൻ ഇവനെ ഒഴിവാക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഇവൻ എടുക്കാൻ പോവാണേ. ഇവൻ എടുത്തു. ഇവനെ മിസ് എന്താ ചെയ്യുന്നത്, ഈ ഒരു ചെരിഞ്ഞ ലൈൻ ഉപയോഗിച്ചാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. അപ്പൊ മറ്റേ ഭാഗം, ഇതിന്റെ മറ്റേ ഭാഗം ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ വരച്ച വരയിൽ വെക്കുന്നു. എന്നിട്ട് ഇതാ നോക്കിയേ, ഇവിടുന്ന് ചെരിഞ്ഞ വര അങ്ങോട്ട് വരയ്ക്കുന്നു. ചെരിഞ്ഞ വര എത്രയാണെന്നൊന്നും നമുക്ക് അറിയൂല, പക്ഷെ എന്താണ്, ഈ ചെരിഞ്ഞ വരയും ഈ ചെരിഞ്ഞ വരയും ഈ ചെരിഞ്ഞ വര ഒക്കെ എന്താടാ, ഒരേ അളവിലാണ് അല്ലെ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ഇത് 3 ആണെങ്കിൽ ഇതിനേക്കാളും കുറവാണ് ഇവന്മാര്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, 2 2 2 എന്ന് എടുക്കാൻ പോവാണേ. അപ്പൊ ഞാൻ ഇവിടെ 2, ദെൻ ഇവിടെ ഒരു ചെരിഞ്ഞ വര വരച്ചു. അതേ ചെരിവിൽ ഇങ്ങോട്ട് നീട്ടിക്കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു, ഇവിടുന്ന് ഒരു ചെരിഞ്ഞ വര വരച്ചു. ഇനി എന്താണ്, ഇതേ ചെരിവിൽ ഇവിടുന്ന് ഇങ്ങോട്ടും എന്ത് ചെയ്യണം, ചെരിഞ്ഞ വര വരയ്ക്കണം. അപ്പൊ ഞാൻ ഇവിടുന്നും ചെരിഞ്ഞ വര വരച്ചു. അപ്പൊ ചെരിഞ്ഞ വരകളൊക്കെ റെഡി. പക്ഷെ എന്താ നോക്കേണ്ടത്, ഇവന്മാർക്കൊക്കെ 2 സെന്റിമീറ്റർ ആണെന്ന് മിസ് പറഞ്ഞു അല്ലെ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഒരു സ്കെയിൽ എടുക്കുന്നു. മക്കളെ നോക്കി, സ്കെയിൽ വരുന്നില്ലേ, അങ്ങനെയാടാ ഇവന്മാർ തെറ്റിക്കാളും വേഗം, സ്കെയിലൊന്നും വരൂല. ഓക്കെ, വന്നു. യെസ്, അപ്പൊ നമുക്ക് 2 സെന്റിമീറ്റർ ആണ് അല്ലെ വേണ്ടത്. അപ്പൊ 2 നോക്കുന്നു. 2 എന്ന് പറയുമ്പോൾ ഇവിടെ വരെയാണ്, അത് മാർക്ക് ചെയ്യാം. ഇവിടെ വരെ മാർക്ക് ചെയ്യുന്നു. ഇവിടെയും 2 ആണ്. അപ്പൊ ഞാൻ കറക്റ്റ് ഇവിടെ വരെ മാർക്ക് ചെയ്യുന്നു. ഇവിടെയും 2 ആണ്. അവനെയും ഞാൻ എന്ത് ചെയ്തു, ഇവിടെ വരെ മാർക്ക് ചെയ്തു. ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് വേണ്ട അല്ലെ. അപ്പൊ ബാക്കിയുള്ള വേണ്ടാത്ത ഭാഗങ്ങൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, മായ്ക്കാൻ പോവാണ്. മായ്ച്ചു കളഞ്ഞു. ഇവിടെയും വേണ്ടാത്ത ഭാഗം ഞാൻ മായ്ച്ചു കളഞ്ഞു. ഇവിടെയും വേണ്ടാത്ത ഭാഗം ഞാൻ അങ്ങനെ എന്തോ പോലെ ആയിരിക്കും വരയ്ക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് അടിപൊളിയായിട്ട് വരയ്ക്കുക കേട്ടോ. ഇനി ഇവന്മാരെ എല്ലാവരെയും ഒന്ന് കൂട്ടി യോജിപ്പിച്ച് നോക്ക്. ഇവനെ കൂട്ടി യോജിപ്പിച്ചു,
ഇവനെയും കൂട്ടി യോജിപ്പിച്ചു. എന്ത് കിട്ടി? നമുക്ക് ഈ ഒരു ഫിഗർ മക്കൾ കിട്ടിയില്ലേ? ഇതുപോലെയുള്ള ഒരു ഫിഗർ കിട്ടിയില്ലേ? സിമ്പിൾ അല്ലേ? അപ്പൊ ഈ രീതിയിലാണ് മക്കൾ. ഈ ഒരു ഫിഗർ എന്തായാലും നോക്കി പഠിച്ചു വെച്ചോ, അടിപൊളിയായി പഠിച്ചു വെച്ചോ, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തോ. ഈ ഒരു ഫിഗർ ആയിരിക്കും മിക്കവാറും നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് ചോദിക്കാൻ വരുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ യൂണിറ്റ് ടെസ്റ്റോ എന്തായിക്കോട്ടെ, ഈ ഒരു ഫിഗർ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ നല്ലോണം നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് നോട്ട്സ് ഒക്കെ വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, അതും മറക്കണ്ട. യെസ്, അങ്ങനെയെങ്കിൽ അടുത്ത നമ്മൾ സർക്കിൾസ് വരയ്ക്കാനാണ്, വരകളും വട്ടങ്ങളും. അപ്പൊ സർക്കിൾസ് വരയ്ക്കാനാണ് അടുത്ത് പറയുന്നത്, അതായത് വട്ടങ്ങള്. എങ്ങനെയായിരിക്കും സർക്കിൾ വരയ്ക്കുക? സർക്കിൾ വരയ്ക്കുക നിങ്ങളോട് ഇതാ നോക്കിയേ, ഒരു സർക്കിൾ വരച്ചാല് ഇതാ നോക്കിയേ, ഒരു സർക്കിൾ മിസ് വരച്ചു, വെറുതെ ഒരു സർക്കിൾ വരച്ചു. ആ സർക്കിളിന്റെ സെന്ററിലുള്ള ഈ ഒരു പോയിന്റ്, സെന്ററിൽ ഒരു പോയിന്റ് ഉണ്ടാവും. ആ സെന്ററിൽ ഇതാ കറക്റ്റ് സെന്റർ ഒന്നല്ല മിസ് വരച്ചത്, ഇതാ കറക്റ്റ് സെന്റർ എന്ന് പറയുമ്പോൾ സെന്ററിൽ ഇതാ നോക്ക്, ഈ ഒരു പോയിന്റ് ഇല്ലേ, ഈ പോയിന്റിനെയാണ് സെന്റർ അല്ലെങ്കിൽ കേന്ദ്രം, ഈ വൃത്തത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മള് സെന്ററിൽ നിന്നും എത്ര ലൈൻ വരച്ചാലും ഇതാ നോക്കിയേ, സെന്ററിൽ നിന്നും എത്ര ലൈൻ വരച്ചു നോക്കിയാലും അതൊക്കെ എന്തായിരിക്കും? ഒരേ നീളമായിരിക്കും. അവന്മാരെയാണ് നമ്മൾ പറയുന്നത് എന്ത്? ആരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റേഡിയസ് എന്ന് പറയുന്നത്. ഓക്കെ, റേഡിയസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളോട് എന്താ ചോദിക്കാറിയോ? നിങ്ങളോട് ചോദിക്കുക ഇതാണ്, 2 സെന്റിമീറ്റർ ആരമുള്ള വൃത്തം വരയ്ക്കുക, 3 സെന്റിമീറ്റർ ആരമുള്ള വൃത്തം വരയ്ക്കുക. അങ്ങനെയാണ് മക്കളോട് ചോദിക്കുക. അപ്പൊ മക്കൾ എങ്ങനെയാ വരയ്ക്കേണ്ടതെന്ന് വെച്ചാൽ, 2 സെന്റിമീറ്റർ ആരാണെങ്കിൽ നേരെ ആരൊക്കെയാ വേണ്ടത്? നമുക്ക് അളക്കാൻ സ്കെയിൽ എടുക്കുന്നു, വരയ്ക്കാൻ നമ്മളുടെ കോമ്പസും എടുക്കുന്നു. അപ്പൊ 2 സെന്റിമീറ്റർ ആണ് നമ്മളുടെ ആരം വരുന്നത്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നിങ്ങൾ ആദ്യം കോമ്പസിൽ എന്ത് ചെയ്യുക? 2 സെന്റിമീറ്റർ കറക്റ്റ് എടുക്കുന്നു. ഓക്കെ, 2 സെന്റിമീറ്റർ കറക്റ്റ് എടുക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. ആ പോയിന്റിൽ നിങ്ങളുടെ സൂചി പോലെയുള്ള ഭാഗമല്ലേ, അതുപോലെ വേറൊന്ന് സൂചി പോലെയുള്ള ഈ ഭാഗമല്ലേ, ഈ ഭാഗം ഞാൻ ആ പോയിന്റിൽ വെക്കുന്നു. എന്നിട്ട് നിങ്ങളുടെ പെൻസിൽ ഇങ്ങനെ ചലിപ്പിച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടി? നമ്മളുടെ ഈ ഒരു 2 സെന്റിമീറ്റർ ആരമുള്ള വൃത്തം കിട്ടി, അല്ലെങ്കിൽ സർക്കിൾ കിട്ടി. ഓക്കെ, അതുപോലെ നിങ്ങൾ ആലോചിക്കണം മറ്റൊരു കാര്യം, മറ്റൊരു ടിപ്പ് മിസ് പറഞ്ഞു തരട്ടെ. അതായതെടാ, മറ്റൊരു ടിപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾക്കില്ലേ ഈ കോമ്പസും നിങ്ങളുടെ പെൻസിലും വെച്ച് കഴിഞ്ഞാൽ ഇതാ നോക്ക്, ഇതൊരൊറ്റ ലൈനിൽ ഇതാ നോക്ക്, കറക്റ്റ് ഒരുപോലെ ആയിരിക്കണം കേട്ടോ. അല്ലാണ്ട് പെൻസിൽ വലുതോ നിങ്ങളുടെ കോമ്പസിന്റെ ആ സൂചി പോലത്തെ ഭാഗം ചെറുതോ ആവരുത്, ഒരുപോലെ ആയിരിക്കണം. അതൊന്ന് ശ്രദ്ധിക്കണേ, അല്ലെങ്കിൽ വരച്ചാലൊക്കെ തെറ്റും. ചില കുട്ടികളൊക്കെ ചോദിക്കല്ലോ, എന്താ മിസ് എനിക്ക് വരച്ചിട്ട് നിങ്ങളപ്പോൾ മിസ്സിനെ പോലെ കിട്ടിയില്ലല്ലോ, മിസ്സിനെ പോലെ കിട്ടിയിട്ടില്ലെന്നോ ഇല്ലല്ലോ എന്ന്. വേറെ ഒന്നുമല്ല, നിങ്ങൾ കറക്റ്റ് അത് വെക്കാത്തതുകൊണ്ടാണ്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ശ്രദ്ധിച്ച് ചെയ്യാം കേട്ടോ. ദെൻ അടുത്ത നിങ്ങൾക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് ചിത്രങ്ങളാണ് നിങ്ങൾക്ക് വരയ്ക്കാൻ വരിക. ഓക്കെ, ഈ ഒരു ടൈപ്പ് ഓഫ് ചിത്രങ്ങളാണ് നിങ്ങൾക്ക് വരയ്ക്കാൻ വരിക. അപ്പൊ ആദ്യത്തെ ചിത്രം നിങ്ങൾക്ക് വരച്ചുതരും, രണ്ടാമത്തെ ചിത്രം നിങ്ങൾ വരയ്ക്കാനൊന്ന് ശ്രമിച്ചു നോക്കുക കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉണ്ട് ഈ ഒരു ഫിഗർ എങ്ങനെയാ വരയ്ക്കുക എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് വരയ്ക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പൊ ഫസ്റ്റ് ചിത്രം മിസ് വരച്ചുതരാം. ആദ്യം ഇവരെന്താ ചെയ്തത്? ആദ്യം ഒരു സ്ക്വയർ വരച്ചു അല്ലേ, ഇവരൊരു സ്ക്വയർ വരച്ചു. അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഒരു 3 സെന്റിമീറ്റർ അല്ലെങ്കിൽ 4 സെന്റിമീറ്റർ കിടക്കട്ടെ, 4 സെന്റിമീറ്ററിൽ ഒരു സ്ക്വയർ വരയ്ക്കുക. എങ്ങനെയാ വരയ്ക്കുക? ആദ്യം 4 സെന്റിമീറ്ററിലുള്ള ലൈൻ വരയ്ക്കുന്നു. ഇനി എന്ത് ചെയ്യുന്നു? നമ്മളുടെ സെറ്റ് സ്ക്വയർ ആ 4 സെന്റിമീറ്ററിലെ ലൈനിൽ എന്ത് ചെയ്യുന്നു? കറക്റ്റ് ആയിട്ട് വെച്ച് കൊടുക്കണം അല്ലെ, ഇതാ കറക്റ്റ് ആയിട്ട് വെച്ച് കൊടുക്കുന്നു. എന്നിട്ട് വലിയൊരു ലൈൻ വരയ്ക്കുന്നു. യെസ്, മിസ്സിന്റെ സെറ്റ് സ്ക്വയറിൽ കറക്റ്റ് മെഷർമെന്റ് ഉള്ളതുകൊണ്ട് മിസ് ഇതന്നെ ഉപയോഗിച്ച് വരയ്ക്കുന്നത്. 4 സെന്റിമീറ്റർ വരയ്ക്കുന്നു. ഇനി ഇവന്മാരെ കൂട്ടി യോജിപ്പിച്ചു. ഓക്കെ, കൂട്ടി യോജിപ്പിച്ചു. ഇനി എന്താണ് പരിപാടി? എന്ന് വെച്ചാൽ ഇവരെന്താ ചെയ്തത്? ഇവർ നോക്ക്, ഇതായിരിക്കും അല്ലെ ഈ ഒരു ഭാഗത്തിന്റെ പകുതി എന്ന് പറയുന്നത്, ഇവരായിരിക്കും ഇതിന്റെ പകുതി എന്ന് പറയുന്നത്. ഈ ഭാഗത്തിന്റെ പകുതി, ഈ ഭാഗത്തിന്റെ പകുതി. ഇതിൽ നിന്നും ഇതിലേക്ക് ഇതാ ഒരു വൃത്തത്തിന്റെ പകുതി പോലെ വരച്ചിട്ടുണ്ട് അല്ലെ. നോക്ക്, ഇനി ഇവിടെ നിന്ന് ഇവിടേക്ക് നിന്നിട്ട് നമ്മളുടെ ഒരു വൃത്തത്തിന്റെ പകുതി പോലെ വരച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇവിടേക്ക് ഒരു വൃത്തത്തിന്റെ പകുതി പോലെ വരച്ചിട്ടുണ്ട്. അങ്ങനെ വരച്ചതാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിന്റെ പകുതികൾ മാർക്ക് ചെയ്യലാണ് നമ്മളുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഇതിന്റെ പകുതി അങ്ങോട്ട് മാർക്ക് ചെയ്യാണ്. 2 ഇപ്പൊ പകുതി വരിക. അപ്പൊ ഇവിടെയും നോക്ക്, 2 ഇതിന്റെ പകുതി വരിക. ഇനി അടുത്തത് ഇവിടെ എന്തായിരിക്കും? 2 നമുക്ക് പകുതി വരിക. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ എത്രയായിരിക്കും? 2 തന്നെ അല്ലെ. ഓക്കെ, 2 തന്നെയായിരിക്കും പകുതി വരിക. ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മളുടെ കോമ്പസ് വൃത്തത്തിന്റെ ചെറിയ ചെറിയ ഭാഗങ്ങളാണ് വരയ്ക്കേണ്ടത്. അപ്പൊ എവിടെ മുതലാ നമ്മൾ കോമ്പസ് എന്തിൽ കുത്തുകടാ? കോമ്പസ് നമ്മളുടെ ഈ ഒരു മൂലയിൽ മിസ് കുത്തിയേ. എന്നിട്ട് എന്ത് ചെയ്യുന്നു? വൃത്തത്തിന്റെ പകുതി ഇവിടെ മുതലാണ് അല്ലേ തുടങ്ങേണ്ടത്. ഇവിടെ നിന്ന് ഇങ്ങനെ വരയ്ക്കുക. ഇനി അടുത്തത് മിസ് എന്ത് ചെയ്യുന്നു? അടുത്ത കോർണറിൽ വെക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ചു. ഇനി അടുത്തത് ഈ ഒരു കോർണറിൽ വെക്കുന്നു.
യെസ്, ഇവിടുന്ന് ഇങ്ങനെ വരച്ചു. ഇനി അടുത്ത കോർണറിൽ വെക്കുന്നു. ഇവിടുന്ന് ഇങ്ങനെയും വരച്ചു. മിസ്സിന്റെ അത്ര പെർഫെക്റ്റ് ഇല്ല, നിങ്ങൾ എന്ത് ചെയ്യുക, പെർഫെക്റ്റ് ആക്കിയിട്ട് അടിപൊളിയായിട്ട് ഉഷാറായിട്ട് വരയ്ക്കുക കേട്ടോ. യെസ്, ഇതിനൊരു കളർ കൊടുക്കാൻ വേണമെങ്കിൽ നമുക്ക് ഇതിന് വേറൊരു കളർ കൊടുക്കാം. ഓക്കെ, ഇതാണ് അല്ലേ നമ്മളുടെ ഫിഗർ എന്ന് പറയുന്നത്. അതുപോലെ ഈ ഫിഗർ എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്നൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അത് അടിപൊളിയായിട്ട് പഠിക്കാം. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ ഇത്രയും നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. വൃത്തങ്ങൾ വരയ്ക്കാനും അതുപോലെ സ്ക്വയേഴ്സും റെക്ടാങ്കിളും ഒക്കെ വരയ്ക്കാൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഏത് ഫിഗർ വന്നാലും മക്കൾക്ക് അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും കേട്ടോ. അപ്പൊ ഉഷാറായിട്ട് അടിപൊളിയായിട്ട് പഠിക്കുക. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ മറ്റൊരു വീഡിയോവുമായി കാണാം. അതുവരേക്കും ബൈ.